സുനിതാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ലോഗുമായിട്ടാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളുടെ വർഷിപ്പ് 8:30 ആകുമ്പോൾ ഞങ്ങളുടെ വർഷിപ്പ് തുടങ്ങും. 8:30 തൊട്ട് ചില സമയത്ത് 10:15 വരെ, അല്ലെങ്കിൽ 10:30. അപ്പോൾ ഇന്ന് തീർന്നത് 10:10 വർഷിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ സൺഡേയിൽ രാവിലെ തന്നെ വർഷിപ്പിന് പങ്കെടുക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. അപ്പോൾ ഏകദേശം 10:10 ഞങ്ങളുടെ വർഷിപ്പൊക്കെ തീർന്നു. അപ്പം ഒത്തിരി ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയത്. ഉപ്പുമാവും കോഫിയും കൂടെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെറുച്ചാന് പുറത്തേക്ക് പോയി. ചിക്കന് ബീഫ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് കിട്ടും. പക്ഷേ ബീഫൊക്കെ വേണമെങ്കിൽ കുറച്ച് ദൂരത്ത് വേണം പോകാൻ. ഒരു 8-9 കിലോമീറ്റർ ദൂരത്ത് പോയാലേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞാണ് പോയേക്കുന്നത്. പച്ചക്കറിക്കാരനൊക്കെ താഴെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളിപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല, കടയിൽ പോയി തന്നെയാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ പടിക്ക് തന്നെ പച്ചക്കറിക്കാരൊക്കെ പച്ചക്കറിയും കൊണ്ട് എപ്പോഴും വരും. അപ്പം പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. അപ്പം ചോറ് വെക്കാനായിട്ട് ആദ്യം തന്നെ വെള്ളമൊക്കെ അങ്ങോട്ട് വെച്ചു. ആ സമയത്ത് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. മത്തങ്ങ കിട്ടിയിട്ടുണ്ട്, മത്തങ്ങയും പാവയ്ക്കായും. ഇപ്പോൾ 1 കിലോ മത്തങ്ങയും പാവയ്ക്കയും രണ്ടും ഓരോ കിലോ വെച്ച് 20 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ വെള്ള പാവയ്ക്കയല്ല, വലിയ മത്തങ്ങയാണ്. പക്ഷേങ്കിൽ അത് തോരൻ വെച്ചപ്പോൾ നല്ലതായിരുന്നു. കയ്പ്പ് ഒത്തിരി കയ്പ്പൊന്നും ഇല്ലായിരുന്നു. തേങ്ങ ഏറെ ഇട്ട് തോരൻ വെച്ചതുകൊണ്ട് അധികം കയ്പ്പൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്താണ് ചെയ്തത്. കാരണം ആദ്യമായിട്ട് വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ടൈം ഒത്തിരി ആവുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്താണ് കാണിച്ചത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക. ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇടാം. ഈ സൈസിലുള്ള വലിയ പാവയ്ക്കയും കിട്ടും, തീരെ ചെറിയ പാവയ്ക്കയും കിട്ടും. എല്ലാം ഈ കളറിലാണ് ഇവിടെ കിട്ടുന്നത്. വെള്ളപ്പാവയ്ക്ക വളരെ കുറവായിട്ട് ഇവിടെ വരാറുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം അരിഞ്ഞു വെച്ചു. മത്തങ്ങ അരിഞ്ഞ് ഗ്യാസിലോട്ട് വെച്ചു. അല്പം പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴത്തേക്ക് ചെയ്തു വെച്ചു. ചെറുച്ചാൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. നമ്മുടെ അരിയൊക്കെ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അധികം വേവുള്ള അരിയല്ല. പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചിടാം. പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും. തേങ്ങയൊക്കെ അരച്ച് ചേർത്തു. അപ്പോൾ ഈ മത്തങ്ങക്കറിയുടെ കുക്കിങ്ങിൻ്റെ ഇത് അത്ര വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അലൻ ഇവിടെ കിടച്ചുകൊണ്ട് നടപ്പുണ്ട്, കാറൊക്കെ ഓടിച്ചുകൊണ്ട് നടപ്പുണ്ട്. അപ്പം ഞാൻ ചെറുച്ചാൻ വരുമ്പോഴത്തേക്ക് പകുതി പണിയൊക്കെ ചെയ്ത് വെക്കാൻ വിചാരിച്ച് മത്തങ്ങക്കറിയും തോരനും ഒക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ. എന്നിട്ട് ചിക്കനുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോൾ ചെറുച്ചാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് 1 മണിയായി. അപ്പോഴത്തേക്ക് ഒത്തിരി കരിയാപ്പിലയും കൊണ്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്.
കരിയാപ്പില കിട്ടി, നാരങ്ങ കൊണ്ടുവന്നു, ബീൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കണമായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അങ്ങനെ തന്നെ കുറേ സമയം പോയി. ചിക്കനും കൊണ്ടുവന്നു, പക്ഷേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയം പോയി. അതുകൊണ്ട് തന്നെ ചിക്കന് വെക്കാമെന്നുള്ള പ്ലാന് വൈകിട്ടത്തേക്ക് മാറ്റി. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, വെളിയിലൊക്കെ നല്ല മഴയാണ്. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെയാണ്. ഇവിടെ അങ്ങനെ മഴയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴ പെയ്യും, കറണ്ട് പോകും, മഴ പെയ്യും, കറണ്ട് പോകും. ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് അതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയായി. ഞാൻ ചിക്കൻ്റെ 2-3 പീസ് എടുത്ത് വറുത്തു. അപ്പം ബാക്കിയെല്ലാം റെഡിയായി. എല്ലാവരും കുളിച്ചൊക്കെ വന്നു, ആഹാരം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ആഹാരമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സീനാണ് കാണുന്നത്. ചെറുച്ചാൻ TV കണ്ടുകൊണ്ടിരിക്കുന്നു, അലൻ റിമോട്ട് കാർ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് മഴയാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. Then bye. Thank you.